എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വിഷു മഹോത്സവത്തിൻ്റെ ഏറ്റവും പുണ്യമായ ഒരുക്കങ്ങൾ തുടങ്ങുവാൻ സമയമായി. നമ്മുടെ വ്യത്യസ്തമായിരിക്കുന്ന ആഘോഷങ്ങളിലും ആചാരങ്ങളിലും എല്ലാം ഏറ്റവും ശ്രദ്ധേയമായ പ്രാധാന്യമുള്ള ആഘോഷമാണ് വിഷു. ഓണം, തിരുവാതിര, ശിവരാത്രി തുടങ്ങി ഒട്ടനവധി ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നമുക്കുണ്ട്. വിഷു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായ സമൃദ്ധിയുടെ പുണ്യമായ സമയമായാണ് കണക്കാക്കുന്നത്. ദിനരാത്രങ്ങൾ തുല്യമായ ദിവസം എന്ന പ്രാധാന്യമാണ് അല്ലെങ്കിൽ വിഷു എന്ന് പറയുന്ന വാക്കിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പുണ്യ ദിവസമായി വിഷുവിനെ കണക്കാക്കുന്നു. വിഷു ദിവസത്തെ സംബന്ധിച്ച് നമുക്ക് പല വിധേനയുള്ള ക്ഷേത്ര സംബന്ധമായ പൂജകളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടിയുള്ള തുടക്കം കുറിക്കലാണ് വിഷു എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ വിഷുക്കണി പോലെയുള്ള അനുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെയും നാം അനുഭവിച്ച എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളെയൊക്കെ ഒന്ന് തുടച്ചു മാറ്റി വീണ്ടും പുതിയ ഉണർവിലേക്കുള്ള തുടക്കം കുറിക്കലാണ്, അല്ലെങ്കിൽ പുതിയതായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ആരംഭിക്കലാണ് വിഷുക്കണി കൊണ്ടെല്ലാം അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷു കണി അനുഷ്ഠാനം വരുന്നത് മേടമാസം 2-ാം തീയതിയാണ്. മേടമാസം 1-ാം തീയതി പകൽ സമയത്താണ് ഈ വർഷത്തെ സംക്രമം സംഭവിച്ചിരിക്കുന്നത്. അതായത് ആ സംക്രമത്തിന് ശേഷം വരുന്ന പ്രഭാതത്തിലാണ് വിഷു കണി ദർശനം വരിക. ചില വർഷങ്ങളിൽ മേടമാസം 1-ാം തീയതിയുടെ തലേ ദിവസമായിരിക്കും സംക്രമം വരിക. അപ്പം മേടം 1-ാം തീയതി ആയിരിക്കും വിഷു കണി ദർശനം വരിക. ഈ വർഷം മേടമാസം 1-ാം തീയതിയാണ് സംക്രമം വന്നിരിക്കുന്നത് പകൽ സമയത്ത്. അതുകൊണ്ട് പിറ്റേ ദിവസം ആണ്, അടുത്ത പ്രഭാത സമയമാണ് വിഷു കണി എന്ന് പറയുന്ന അനുഷ്ഠാനം ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം നല്ല രീതിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നാം എല്ലാം പല രീതിയിലുള്ള ധനം ആർജിക്കുകയും വിദ്യ ആർജിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ തന്നെയും ജീവിതത്തിൽ പല വിധേനയുള്ള ക്ലേശങ്ങളും നേരിടാറുണ്ട്. ആ ക്ലേശങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുവാൻ വേണ്ടി പല വിധേനയുള്ള ശിവനെയും വിഷ്ണുവോ ദേവിയോ ഇങ്ങനെയുള്ള പല മൂർത്തികളെയും ദേവീദേവന്മാരെയും എല്ലാം നാം പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കാൻ സാധിക്കണം, മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നൊക്കെയാണ് ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള തുടക്കം കുറിക്കൽ, അല്ലെങ്കിൽ ഇതുവരെയുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി നല്ല ഐശ്വര്യത്തോടു കൂടി ഇനിയുള്ള വരുന്ന വർഷക്കാലം മുന്നോട്ട് പോകാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയാണ് ഓരോ വിഷുക്കണിയുടെയും തത്വം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വിഷുക്കണി വലിയ ചടങ്ങ് തന്നെയാണ്. അവിടെ ഭഗവാനെ തന്നെ പരമാവധി നല്ല രീതിക്ക് അലങ്കാരങ്ങൾ നടത്തുന്നു, വിശേഷാൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു. വിഷുക്കണിയുടെ തലേ ദിവസം രാത്രിയിലെ അത്താഴ പൂജയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ കണി കാണിക്കുന്നതിന് വേണ്ടി ആവശ്യമായ സാധനങ്ങളെല്ലാം ക്ഷേത്രങ്ങളിൽ തന്നെ തയ്യാറാക്കി വെക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിലാണെങ്കിലും വിഷുക്കണി തയ്യാറാക്കേണ്ടത് നമുക്കറിയാം. ഇതുപോലെ തന്നെ തലേ ദിവസം എന്നാണോ വിഷു, അതിൻ്റെ തലേ ദിവസം രാത്രിയിലെ ശുദ്ധമായിട്ടുള്ള പാത്രത്തിൽ ഉരുളിയിൽ കണിക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം സംഭരിച്ചു വെക്കണം. ഇത് പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥനയോടുകൂടി കണി കണ്ടുകൊണ്ട് സമ്പൽ സമൃദ്ധിയെ കണി കാണുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ അതിലൂടെ നമുക്ക് സമൃദ്ധി ഐശ്വര്യം എല്ലാം വരും വർഷം ഉണ്ടാവണം എന്ന് ഈ ദേവീദേവന്മാരുടെ എല്ലാം ഉള്ളൊരു പ്രാർത്ഥനയാണ് ഇതിൻ്റെ തത്വം. അപ്പം വിഷു കണിക്ക് വേണ്ടി വ്രതത്തോടു കൂടി വേണം ഈ അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുവാൻ. അതാണ് ഏറ്റവും ഉത്തമം. അപ്പം അഹിംസ ആചരിച്ചുകൊണ്ട്, അതായത് മത്സ്യമാംസാദി ഭക്ഷണം പോലുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വ്രതമെടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ വ്രതമെടുക്കുക പ്രധാനമായിട്ടും തലേ ദിവസം മുതൽക്ക് തന്നെ വ്രതമെടുക്കുക. പിന്നെ വിഷുവിൻ്റെ തലേ ദിവസം രാത്രിയിൽ കണിക്കൊരുക്കുക. കണിക്കൊരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ചിത്രം ഉണ്ടെങ്കിൽ, ശ്രീകൃഷ്ണ ഭഗവാന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെയോ ഏതെങ്കിലും ദേവീദേവന്മാരുടെയോ ചിത്രം ഉണ്ടെങ്കിൽ അത് അലങ്കരിച്ച് വൃത്തിയായിട്ട് പൂജാമുറിയിലോ ഹാളിലോ സൗകര്യം അനുസരിച്ചുള്ള സ്ഥലത്ത് വെക്കുക. പൂജാമുറിയിലൊക്കെ സാധാരണ വിഗ്രഹവും അല്ലെങ്കിൽ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മുമ്പിൽ കണിയൊരുക്കി വെക്കുകയാണ് അതിൻ്റെ സമ്പ്രദായം. അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്ക് പ്രത്യേകമായിട്ടൊരു പീഠം എന്തെങ്കിലും വെച്ച് അതിൽ പട്ടോ വസ്ത്രമോ എന്തെങ്കിലും വിരിച്ച് ഇപ്രകാരം ക്രമീകരിക്കാവുന്നതാണ്. കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ഉരുളിയിൽ, അല്ലെങ്കിൽ അത് ഉരുളി ഇല്ലാത്തവർക്ക് എന്തെങ്കിലും വൃത്തിയായിട്ടുള്ളൊരു പാത്രത്തിൽ അരി, അതിനോടൊപ്പം തന്നെ സാധാരണയായിരിക്കുന്ന കണിക്ക് വെക്കുന്ന എല്ലാ സാധനങ്ങളെയും, നമ്മൾ കണ്ട് ശീലിച്ച് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും എന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളരിക്ക, പടവലങ്ങ, മാങ്ങ, ചക്ക, ഇങ്ങനെയുള്ള പല പല വസ്തുക്കൾ എന്തൊക്കെ രീതിയിൽ എത്രമാത്രം സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടിയുള്ള പഴവർഗ്ഗങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കവിടെ ഒരുക്കി വെക്കാം. നാളികേരം,
ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളെയും ഈ ഉരുളിയിൽ അരിയോടൊപ്പം തന്നെ തയ്യാറാക്കി വെക്കുന്നു. കണിക്കൊന്ന പൂവ് കൊണ്ടുവന്ന് അതും അതിനോടൊപ്പം തയ്യാറാക്കി വെക്കുന്നു. ഒരു പിടി നാണയം വെക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാന്റെ മുമ്പിലായി ക്രമീകരിച്ച് വെക്കുന്നു. വിളക്കൊക്കെ കഴുകി വൃത്തിയാക്കി എണ്ണയോ നെയ്യോ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് വെക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ കുടുംബത്തിലെ കാരണവരായിട്ടുള്ള ആരാണോ അവർ ആണ് ആദ്യം അവിടെ ചെന്ന് ഭഗവാന്റെ അടുത്ത് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങളെയും ഓരോരുത്തരെയായി കൊണ്ടുവന്ന് കണി കാണിക്കുന്നു എന്നാണ് അതിൻ്റെ സമ്പ്രദായം. അപ്പം അച്ഛനോ അമ്മയോ അമ്മാവനോ മുത്തശ്ശനോ ആരാണുള്ളത് അവരാരാന്ന് വെച്ചാൽ അവർക്ക് ആ വീട്ടിലുള്ള മറ്റ് പ്രായത്തിൽ കുറഞ്ഞ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് പോയി ഭഗവാന്റെ മുമ്പിൽ ആ ദീപം തെളിഞ്ഞു നിൽക്കുന്ന ദീപത്തിൻ്റെ ഐശ്വര്യ പ്രഭയോടുകൂടി ആ ഒരു മനോഹരമായിരിക്കുന്ന ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ അവരെ കണി കാണിക്കുന്നു. അപ്പോൾ ഈ സമൃദ്ധിയുടെ പ്രതീകമായിരിക്കുന്ന ഈ വസ്തുക്കളെയും ഭഗവാനെ എല്ലാം കണി കാണുമ്പോൾ അത് ഒരു വലിയ തുടക്കമായി ഐശ്വര്യമായി മാറുന്നു എന്നാണ് സങ്കല്പം. ഇതിനോടൊപ്പം കൈനീട്ടം നൽകുകയും ചെയ്യുന്നു. ഭഗവാന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന നാണയം അല്ലെങ്കിൽ എന്തെങ്കിലും ധനം അങ്ങനെയുള്ളതിനെ ഈ കണിക്കൊന്ന പൂവും തീർത്ഥം അല്ലെങ്കിൽ ജലവും കൂടെ ചേർത്തുകൊണ്ട് നാണയമോ അല്ലാതെയുള്ള പണമോ എന്താണെന്ന് വെച്ചാൽ അത് ഈ കാരണവരോ അല്ലെങ്കിൽ പ്രായത്തിൽ മുതിർന്ന ആൾക്കാർ മറ്റുള്ളവർക്കെല്ലാം കൊടുക്കുന്നു. ഇതാണ് വിഷു കൈനീട്ടം എന്ന് അറിയപ്പെടുക. ഈ ധനത്തെ നമ്മൾ പ്രത്യേകമായി പേഴ്സിലോ പണപ്പെട്ടിയിലോ മേശയിലോ എവിടെയാണെന്ന് വെച്ചാൽ സൂക്ഷിച്ച് വെക്കണം എന്നാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. അതിൽ പിന്നെ ധനം കുറഞ്ഞു വരത്തില്ല, കൂടി വരും. ധാരാളം ധനം കയ്യിലേക്ക് വരാനുള്ളൊരു ഐശ്വര്യമായി മാറുന്നു എന്നാണ് അതിൻ്റെ കാഴ്ചപ്പാട്. സാക്ഷാൽ സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ മൂർത്തികളായി ബ്രഹ്മാവിനെയും വിഷ്ണു ഭഗവാനെയും സാക്ഷാൽ മഹാദേവനെയും എല്ലാം നമ്മൾ പറയുമ്പോൾ സ്ഥിതിയുടെ കാരണഭൂതനായിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ആ മനോഹരമായിരിക്കുന്ന രൂപത്തെ കണ്ടുകൊണ്ട് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഭൗതിക സുഖങ്ങളും സമൃദ്ധികളും തരണമേ എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഒരു കൈനീട്ടം തരുന്നത്. അപ്പോൾ അത് കിട്ടുന്ന ആർക്കും എല്ലാ സമ്പൽ സമൃദ്ധി ഐശ്വര്യവും ലഭിക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ അത് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ് അതിൻ്റെ സമ്പ്രദായം. ക്ഷേത്രങ്ങളിലും ഇതേപോലെ തന്നെ തലേദിവസം രാത്രി അവിടുത്തെ ക്ഷേത്രത്തിലെ മേൽശാന്തി അതുള്ള പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മണ്ഡപത്തിലോ അല്ലെങ്കിൽ അകത്ത് ശ്രീകോവിലിനകത്ത് തന്നെയോ ഈ കണിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വെക്കുന്നു. രാവിലെ അദ്ദേഹം അവിടെ വിളക്ക് കത്തിച്ച് ഭഗവാനെ കണി കാണിക്കുകയും അതിനുശേഷം മറ്റ് പതിവുള്ള പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർക്ക് ഈ സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ദ്രവ്യങ്ങളെയും ഭഗവാനെയും എല്ലാം കണി കാണുകയും അവിടുത്തെ പുരോഹിതന്മാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ധാരാളം പുണ്യക്ഷേത്രങ്ങളിലും ഉണ്ട്. ഇങ്ങനെയെല്ലാം വാങ്ങിക്കുന്നത് ഐശ്വര്യമാണ്. അതിനോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിൽ നമുക്ക് സാധിക്കുന്ന പോലെ നമ്മളെല്ലാം പങ്കാളികളാവുകയും ചെയ്യണം. കാരണം ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി എല്ലാമുള്ള ഒരു പുണ്യമായിരിക്കുന്ന ഒരവസരമായാണ് ഈ വിഷുവിനെ കണക്കാക്കുന്നത്. ഒരു പഴയ കാലത്തെ ഒരു കാലഗണനയൊക്കെ അനുസരിച്ച് മേടം മുതലാണ് സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ഒരു വർഷത്തിൻ്റെ ആരംഭം എന്ന കാഴ്ചപ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആരംഭത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനാദി വിഷയങ്ങൾ ഈ ഒരു വർഷത്തേക്ക് വരാനിരിക്കുന്ന തടസ്സങ്ങളോ ദോഷങ്ങളോ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കും. അതുകൊണ്ട് പരമാവധി ശാന്തി കർമ്മങ്ങളെ ചെയ്യണമെന്നാണ് പറയുക. ശാന്തി കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ദാനങ്ങൾ ചെയ്യുക, എന്തെങ്കിലും രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് പല ക്ഷേത്രങ്ങളിലും അന്നേ ദിവസം ലക്ഷാർച്ചനയോ വിശേഷാൽ പൂജകളോ കർമ്മങ്ങളോ ഒക്കെ ഉണ്ടാകും. അവയിലെല്ലാം നമുക്ക് സാധിക്കുന്ന പോലെ വഴിപാടുകളൊക്കെ നടത്തി നമ്മൾ പങ്കാളികളാവുക. അവിടെ നടക്കുന്ന ആ കർമ്മത്തിൻ്റെ ഒരു സുഹൃതം നമുക്ക് കുടുംബത്തിനും എല്ലാം ഐശ്വര്യമായി ലഭിക്കുന്നതിനും അത് കാരണമാവും. ഇപ്പം കുടുംബാംഗങ്ങൾക്കെല്ലാം ഇപ്പം കുടുംബത്തിലെ പ്രായത്തിൽ മുതിർന്ന ആൾക്കാർ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കണം. ഈ കൈനീട്ടം ശരിക്കും പറഞ്ഞാൽ പ്രായത്തിന് മുതിർന്നവർ ഇളയവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ തന്നെയും അങ്ങനെ തന്നെ നിർബന്ധമൊന്നുമില്ല. ഐശ്വര്യവും സമൃദ്ധിയുള്ള ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് ഒരു വീതം വെച്ച് കൊടുക്കാം എന്നുള്ള സമ്പ്രദായം കൂടെ എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ കുറഞ്ഞ ആൾക്കാരാണ് നമുക്ക് കൈനീട്ടം തരുന്നതെങ്കിലും അത് മേടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്നർത്ഥം. ഇങ്ങനെ കിട്ടുന്നത് ആര് കൈനീട്ടം തന്നാലും അതിനെ നിഷേധിക്കാൻ പാടില്ല, അത് സൂക്ഷിച്ചു വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരസ്പരം എന്തെങ്കിലും രീതിയിലുള്ള സമ്മാനങ്ങളോ വസ്ത്രങ്ങളോ എന്തെങ്കിലും രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കളോ എല്ലാം കൈമാറ്റം ചെയ്യാൻ സന്തോഷപൂർവ്വം പരസ്പരം കൈമാറ്റം ചെയ്യാനൊക്കെ ഉള്ളൊരു പുണ്യ ദിവസമാണ് ഈ വിഷു എന്ന് പറയുന്നത്.
വിഷു മുതൽ 10-ാം ഉദയം വരെ വരുന്ന ആ ഒരു സമയം ജ്യോതിഷ താന്ത്രിക പ്രധാനമൊക്കെ ആയിട്ടുള്ള ധാരാളം പൂജകൾക്കും കർമ്മങ്ങൾക്കും എല്ലാം ഏറ്റവും ശ്രേയസ്കരമായ സമയമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ സൂര്യഭഗവാന്റെ പൂർണ്ണമായ ശക്തിയോടുകൂടി ജ്വലിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭം എന്ന രീതിയിലും 10-ാം ഉദയത്തെ കണക്കാക്കാറുണ്ട്. നവഗ്രഹങ്ങളിൽ വെച്ചും ഏറ്റവും പ്രധാനിയായാണ് ആദിത്യ ഭഗവാനെ കാണുന്നത്. ഗ്രഹപ്പിഴകൾ എന്ന് നമ്മളെല്ലാം സാധാരണഗതിയിൽ പറയാറുണ്ട്. കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ഇങ്ങനെ ഓരോരോ ശനി സംബന്ധമായ ദോഷദുരിതങ്ങൾ. അതുകൂടാതെ ഒരു ദശാകാലം മാറി മറ്റൊരു ദശയിലേക്ക് പോകുന്നതായിട്ടുള്ള ദശാസന്ധി സമയങ്ങൾ, ഇത്തരം ഘട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നിട്ടുണ്ടാവും. ഇവയെല്ലാം നമ്മളെ ഇട്ട് വട്ടം കറക്കും. എന്ന് പറഞ്ഞാൽ സാമ്പത്തികവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിലും എന്താണെന്നറിയാതെ നമ്മളെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടേയിരിക്കും. ഇത്തരം പ്രതിസന്ധികളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടി ജ്യോതിഷപ്രകാരം നോക്കിയിട്ട് നക്ഷത്രവും ഗ്രഹനിലയൊക്കെ വെച്ച് നോക്കി പല വിധത്തിലുള്ള പരിഹാര കർമ്മങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നവഗ്രഹങ്ങളുടെ പ്രീതിക്ക് വേണ്ടി, ഗ്രഹങ്ങളിലെ ഒരു അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി. ആ നവഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനിയായ വ്യക്തിയാണ് ആദിത്യ ഭഗവാൻ. ആദിത്യ ഭഗവാന്റെ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നതിനും നവഗ്രഹങ്ങളുടെ ഓരോരുത്തരുടെയും അഷ്ടോത്തര മന്ത്രങ്ങൾ ജപിക്കുന്നതിനും പിന്നെ എല്ലാവിധത്തിലുള്ള ആരോഗ്യ സമൃദ്ധിക്ക് വേണ്ടി സാക്ഷാൽ മഹാദേവനെയും ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടി ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിക്കാനും എല്ലാം, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സർവ്വദേവതാ പ്രീതിക്ക് വേണ്ടിയുള്ള പുണ്യമായ സന്ദർഭമാണ് വിഷു മുതൽ അങ്ങോട്ട് വരുന്ന ആ 10 ദിവസം എന്ന് പറയുന്ന 10-ാം ഉദയം എന്ന് പറയുന്ന സമയം. അപ്പോൾ അത് 1-ാം തീയതിയാണോ 2-ാം തീയതിയാണോ വിഷു ആണ് എന്നുള്ളതിൻ്റെ പേരിൽ ആ ദിവസത്തിന് ഏറ്റക്കുറച്ചിൽ വന്നേക്കാം. മേട 10 എന്നാണ് 10-ാം ഉദയത്തിനും പറയുക. അപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം ഉപാസനാദി കാര്യങ്ങൾക്ക് ഏറെ വിശേഷമാണ്. ഈ സമയത്ത് ചെയ്യുന്ന ജപം, പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങൾക്കും വളരെയധികം ശക്തിയുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു സ്വന്തമായ പ്രാർത്ഥനാദി വിഷയങ്ങൾക്കും ഉപാസനയ്ക്കും ക്ഷേത്രങ്ങളിൽ പല വിധേനയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനും എല്ലാം ഈ വർഷത്തെ വിഷു നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് കൂടുതൽ ഐശ്വര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കും. വിഷു ദിവസം ചെയ്യാൻ പറ്റുന്ന ധാരാളം വ്യത്യസ്തമായിരിക്കുന്ന പ്രാർത്ഥന മന്ത്രങ്ങളുണ്ട്. അവയിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഓം നമോ നാരായണായ എന്ന മന്ത്രം, അഷ്ടാക്ഷര മന്ത്രം എന്നാണ് പറയുക. ഈ മന്ത്രം യഥാശക്തി പ്രാവശ്യം ജപിക്കാം. അതുപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ ദ്വാദശാക്ഷര മന്ത്രം എന്നാണ് പറയുക. പാപങ്ങൾ മാറാൻ വേണ്ടി, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപദോഷ ദുരിതങ്ങളൊക്കെ മാറാൻ ദ്വാദശാക്ഷര മന്ത്രം ജപിക്കുന്നത് ഏറെ വിശിഷ്ടമാണ്. 108 പ്രാവശ്യമോ 1008 പ്രാവശ്യമോ നമുക്ക് സാധിക്കുന്നതുപോലെ പരമാവധി പ്രാവശ്യം ഈ മന്ത്രജപം ചെയ്യാം. സമ്പൽ സമൃദ്ധിയുടെ എല്ലാം മൂർത്തിയായി നാം കൽപ്പിക്കുന്ന സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിക്കാൻ ഓം ശ്രീം നമ എന്ന മന്ത്രം, അത് നമുക്ക് കടബാധ്യതകളെ കൊണ്ടൊക്കെ ക്ലേശം അനുഭവിക്കുന്നവർക്ക് നല്ലവണ്ണം ലക്ഷ്മി ഭഗവതിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. ലക്ഷ്മി കടാക്ഷം കൊണ്ട് നിങ്ങളുടെ കടബാധ്യതയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ട ഒരു വഴി ഈ വർഷത്തിൽ തുറന്നു കിട്ടട്ടെ. അതുപോലെ ഓം ശ്രീം നമോ നാരായണായ ലക്ഷ്മി നാരായണ മന്ത്രമാണ്. ലക്ഷ്മി നാരായണമൂർത്തിയുടെ ധാരാളം മന്ത്രങ്ങളുണ്ട്, അവയിലൊരു മന്ത്രമാണ്. അപ്പോൾ അത് ലക്ഷ്മി ഭഗവതിയോട് കൂടി ചേർന്ന് നിൽക്കുന്ന വിഷ്ണു ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം നമുക്ക് ഒരു 108 പ്രാവശ്യമോ 1008 പ്രാവശ്യമൊക്കെ ജപിക്കാം. ഇത് ഒരു സാധാരണ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ദിവസങ്ങളിൽ ജപം ആരംഭിക്കാം. വിഷു ദിവസം ജപം ആരംഭിക്കാം. അന്ന് മുതൽ സ്ഥിരമായി നിത്യജപമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അല്ലാതെ നമുക്കൊരു 12 ദിവസമോ 21 ദിവസമോ 41 ദിവസമോ ജപിച്ച് വേണമെങ്കിൽ നിർത്തുകയും ആവാം. ലക്ഷ്മി കടാക്ഷമാണ് ഈ മന്ത്രജപത്തിൻ്റെ ഫലം. ദാരിദ്ര്യ ശാന്തിക്ക് വേണ്ടി അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി നമുക്ക് ന്യായമായും ലഭിക്കേണ്ടതായിട്ടുള്ള ധനം നമ്മളിലേക്ക് തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയെല്ലാം ലക്ഷ്മി യുക്തമായിരിക്കുന്ന നാരായണ മന്ത്രം ജപിക്കാവുന്നതാണ്. സമ്പൽ സമൃദ്ധിയുടെ മൂർത്തിയായിരിക്കുന്ന ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ വിഷ്ണു ഭഗവാനെയും ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഫലപ്രാപ്തി ഉണ്ടാവും. അകാരണമായ ഭയ ആശങ്കകളെ കൊണ്ട് നമുക്ക് ന്യായമായി ഉണ്ടാകേണ്ട ഐശ്വര്യ അഭിവൃദ്ധികൾക്കെല്ലാം തടസ്സം വരുന്നൊരവസ്ഥ പല ആൾക്കാരും നേരിടുന്നതാണ്. അപ്പോൾ ഏത് കാര്യത്തിലും ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ഓം വിഷ്ണവേ നമ എന്ന വിഷ്ണു ഭഗവാന്റെ മന്ത്രം വളരെ ഗുണകരമാണ്. 1008 പ്രാവശ്യമോ 108 പ്രാവശ്യമോ എന്നുള്ള രീതിക്ക് നമുക്ക് സാധിക്കുന്നത് പോലെ ജപിക്കാം. വിഷു ദിവസം ജപാരംഭത്തിന് വിശിഷ്ടമാണ്. അന്നേ ദിവസം എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കണക്കാക്കി ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ജപം ആരംഭിക്കാം. എത്ര ദിവസം കൂടുതൽ ജപിക്കുന്നോ അത്രയ്ക്ക് ഗുണകരമാണ്. ടെൻഷൻ മാറുകയും ഏത് കാര്യങ്ങളും ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശക്തിയും അനുഗ്രഹവും ഒക്കെ ലഭിക്കുന്നതിനും ഈ മന്ത്രജപം നമ്മെ സഹായിക്കും.
വിഷു ദിവസം ജ്യോതിഷപ്രകാരം അന്നേ ദിവസത്തെ ഗ്രഹസ്ഥിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജാതകം പരിശോധിക്കുകയും നമ്മുടെ നക്ഷത്രത്തിനും ഗ്രഹനിലയ്ക്കും അനുസരിച്ച് ഉണ്ടായിരിക്കുന്ന ഗുണദോഷങ്ങളെ, അതായത് മേടൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ സംക്രമ സംബന്ധമായി വന്നിരിക്കുന്ന ഗുണദോഷങ്ങളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് എന്തെല്ലാം കാര്യങ്ങളെ നമ്മൾ കൂടുതലായി നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ വിശകലനം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് വിഷുഫലം എന്ന രീതിയിൽ ചിന്തിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് അതായത് ഒരു വിഷുവിൻ്റെ സംക്രമത്തോടനുബന്ധിച്ച് വരുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ഗ്രഹസ്ഥിതിയോടനുബന്ധിച്ച് വരുന്ന സമയങ്ങൾ ഇവയെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെ ദോഷങ്ങളുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേണ്ട പ്രാർത്ഥനകളും പരിഹാരങ്ങളും ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യ അഭിവൃദ്ധിക്കും ഭഗവാന്റെ ഒരു താങ്ങും തണലും എല്ലാം ലഭിക്കും. ഈ വർഷത്തെ ഒരു വിഷു മഹോത്സവം നമുക്ക് ഉപാസനാദി വിഷയങ്ങളിലൂടെ ഭഗവത് കാരുണ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ളൊരു സമയമാകണം. ഒപ്പം പരമ്പരാഗതമായിരിക്കുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി ചെയ്യുന്നതിനും അതിനോടൊപ്പം കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ എല്ലാം ഒരു കൂട്ടായ്മയ്ക്കും എല്ലാം വേണ്ടിയുള്ള ഒരു മഹോത്സവമായി തന്നെ മാറട്ടെ. നേരം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ ആദരപൂർവ്വം വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.